നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി തങ്ങൾക്കൊരു ഇരയെ അല്ലെന്ന് പറഞ്ഞിട്ട് സഖാക്കളെല്ലാം സുരേഷ് ഗോപിക്ക് പിന്നാലെ കൂടിയിരിക്കുകയാണ്. എം വി ഗോവിന്ദനും മറ്റു മുതിർന്ന നേതാക്കളുമെല്ലാം ഇടയ്ക്കിടെ വന്ന് സുരേഷ് ഗോപിയെ താങ്ങാറുണ്ടെങ്കിലും പിണറായി വിജയൻ പരസ്യമായി ഒന്നും പറയാറില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന് മോദി ഇളക്കി മറിച്ചു പോയതോടെയാണ് മുഖ്യന് പണി പാളിയെന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി സുരേഷ് ഗോപിക്കെതിരെ സംസാരിച്ചത്. ഇതോടെ സംഘി ഗോപിയെ ഇരട്ടച്ചങ്കന് പേടി തുടങ്ങിയോ എന്ന ചോദ്യം വരുന്നു. BJP ഗ്രൂപ്പുകൾ ഈ വിഷയം ഇട്ട് കത്തിക്കുകയാണ്. മോദി വെച്ചിട്ട് പോയത് 8ന്റെ അല്ല 16ന്റെ പണിയാണ്. CPMന്റെ അക്കൗണ്ട് മരവിപ്പിച്ചാലൊന്നും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് രക്ഷയുണ്ടാകില്ലെന്ന് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങൾ നൽകുന്ന സംഭാവന കൊണ്ടാണ് തങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ജനങ്ങൾ നൽകുന്ന സംഭാവന തടയാൻ ആർക്കും സാധിക്കില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞിരുന്നു. തൃശൂരിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കെട്ടിവെച്ച കാശിന്റെ ഉറപ്പിൽ മാത്രമല്ല. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. അത് രഹസ്യമല്ല. കേന്ദ്രത്തിന് നൽകുന്ന കണക്കിലും വ്യക്തമാക്കുന്ന കാര്യമാണ്. അതിൽ നിന്ന് ഒരു ഭാഗം തെരഞ്ഞെടുപ്പിൽ ചെലവാക്കാറുണ്ട്. തൃശൂരിൽ ഉറപ്പായും സുരേഷ് ഗോപി തോൽക്കും. EDക്കോ BJPക്കോ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല. ഇതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താണ് പെട്ടെന്ന് പിണറായിക്ക് സുരേഷ് ഗോപി പേടി വന്നതെന്നാണ് ചോദ്യം. തൃശൂരിൽ സുനിൽകുമാറാണ് ഇടത് സ്ഥാനാർത്ഥി. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി കൃത്യമായ പ്രചാരണം പോലും CPM നടത്തുന്നില്ല. അതിന് കാരണം കരുവന്നൂരിൽ വന്ന കളങ്കമാണ്. ചുരുക്കി പറഞ്ഞാൽ തൃശൂരിൽ CPMകാർക്ക് കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ വീണയെ രക്ഷിക്കാൻ തൃശൂർ വെച്ച് ഡീല് ഉറപ്പിച്ചു എന്ന ആക്ഷേപവും ഉണ്ട്. പിന്നെ എന്തിനാണ് ഇടയ്ക്ക് വന്ന് സുരേഷ് ഗോപിയെ പറയുന്നത്? സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശൂരിൽ പണിയെടുക്കുന്നത് BJPക്കാരേക്കാൾ CPMകാർ തന്നെ അല്ലേ എന്നാണ് ചോദ്യം വരുന്നത്. ഇതോടെ നാണം കെട്ട് നിൽക്കുകയാണ് CPM. പിന്നെ മോദി വന്ന് പണി കൊടുത്തിട്ട് പോയപ്പോൾ എന്തെങ്കിലും 2 വാക്ക് തിരിച്ചു പറയണമല്ലോ. അതിനുവേണ്ടി ചുമ്മാ 2 ഡയലോഗ് അടിക്കുകയാണ് പിണറായി. വെറുതെ അണികളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പരിഹാസം വരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വാദം മുറുകിയിരിക്കുകയാണ്. അതായത് തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പണിയെടുക്കുന്നത് CPMകാരാണെന്നുള്ളത്. വീണയെ രക്ഷിച്ചെടുക്കണമെങ്കിൽ തൃശ്ശൂർ വെച്ച് ഡീല് വെച്ചിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷം പോലും പറയുന്നത്. അത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുണ്ടോ എന്നത് ചോദ്യം തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ പോലും നേതാക്കളും അണികളും ഒക്കെ ഈ കാര്യത്തിൽ ചർച്ച നടത്തുന്നതും ഒക്കെയുണ്ട്. ഇക്കുറി ഒരു കാര്യം ഉറപ്പാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ CPMകാർ തന്നെയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ വാക്കും കേട്ട് അദ്ദേഹത്തിന്റെ കിങ്കരന്മാർ തന്നെയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പണിയെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാകും. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ പൊട്ടിത്തെറിച്ചാണ് പിണറായി സംസാരിച്ചത്. അതങ്ങനെയല്ലേ പറ്റുകയുള്ളൂ. ഞങ്ങൾ തമ്മിൽ ഡീലിങ്സ് ഇല്ല എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കണമല്ലോ. അതുകൊണ്ട് അങ്ങേയറ്റം രൂക്ഷ വിമർശനങ്ങൾ നടത്തി. നോട്ട് നിരോധന കാലത്ത് കേരളത്തിലെ സഹകരണ മേഖലയെ വേട്ടയാടാനുള്ള ശ്രമമായിരുന്നു നടന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്ന് കൃത്യമായി സർക്കാർ സഹകരണ മേഖലയ്ക്കൊപ്പം നിന്നു. സഹകരണ മേഖലകളുടെ വിശ്വാസ്യത നിലനിർത്തി പോകാനാണ് സഹകാരികൾ ശ്രമിക്കുന്നത്. എന്നാൽ എല്ലാത്തിനും നേതൃത്വം നൽകുന്നത് മനുഷ്യരാണ്. ചില ഘട്ടത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം അവർ സ്വീകരിക്കുന്നുണ്ടാകും. അതിന്റെ ഭാഗമായി ചിലർ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കുന്നു. അത്തരക്കാരോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാറില്ല എന്നാണ് പിണറായി പറയുന്നത്. കരുവന്നൂർ ബാങ്കിൽ 117 കോടി നിക്ഷേപം തിരികെ കൊടുത്തു. 8.16 കോടി രൂപയുടെ പുതിയ വായ്പ നൽകി. 103 കോടി രൂപ വായ്പ എടുത്തവർ തിരിച്ചു നൽകി. തട്ടിപ്പ് കണ്ടെത്തിയത് സംസ്ഥാന സഹകരണ വകുപ്പാണ്. കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ചതും സംസ്ഥാന സർക്കാരാണ്. പ്രധാനമന്ത്രിക്ക് ഇതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല, തെരഞ്ഞെടുപ്പായതുകൊണ്ട് പറയുന്നതാണെന്നും മുഖ്യമന്ത്രി ആക്ഷേപിച്ചിട്ടുണ്ട്. തനിക്ക് കള്ളം പറയുന്ന ശീലമില്ലെന്ന് പറഞ്ഞാണ് കരുവന്നൂർ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിലെ സഹകരണ മേഖല തകർക്കുക എന്ന നിലപാടാണ് BJPക്കുള്ളത്. സംസ്ഥാനത്ത് നല്ല നിലയിലാണ് സഹകരണ മേഖലയെ സംരക്ഷിച്ചു പോകുന്നത്. കരുവന്നൂർ ബാങ്ക് സാധാരണ നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപകീർത്തിപ്പെടുത്തി ഞങ്ങളെ നാട്ടിൽ കൊച്ചാക്കാൻ കഴിയില്ല. തട്ടിപ്പ് കണ്ടെത്തിയത് സഹകരണ വകുപ്പാണ്. പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ നടപടിയും സ്വീകരിച്ചു. സംസ്ഥാനത്ത് BJP CPM ഡീലുണ്ടെന്ന ആരോപണം കോൺഗ്രസിന്റെ മോഹമാണ്. രാഷ്ട്രീയ ചെറ്റത്തരം കാട്ടുന്ന പാർട്ടിയല്ല CPM. BJPക്കെതിരെ അതിനിശ്ചിതമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPM. സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം നേടും. BJP എല്ലാ മണ്ഡലങ്ങളിലും 3ാം സ്ഥാനത്തേക്ക് പോകും. കോൺഗ്രസ് അടങ്ങുന്ന മുന്നണി കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചവരാണ്. സംഘപരിവാറിന്റെ ജനവിരുദ്ധ രാഷ്ട്രീയത്തെ നഖശിഖാന്തം എതിർക്കുന്ന LDF വേണോ, മൃദു സമീപനം സ്വീകരിക്കുന്ന UDF ജയിക്കണോ എന്നതാണ് ചോദ്യം. കേരളത്തെ ലോകത്തിനു മുന്നിൽ ഇകഴ്ത്തിക്കാട്ടാനുള്ള ആസൂത്രിത നീക്കത്തിനെതിരായ ജനവിധി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്.